ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാഴ്ചക്കാരൻ. നമ്മളപ്പോൾ അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട് 2 വട്ടം കണ്ട്. ഒന്ന് കോഴിക്കോട് വെച്ച് കണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒന്നും കൂടി പോയി കണ്ടു പടം. അപ്പോൾ പടം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. തിയേറ്ററിൽ തന്നെ പോയി പടം കാണാം. അപ്പോൾ ഇന്നലെ നമ്മൾ പടം കാണാൻ പോയ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടിട്ട് പോവാം. ബാക്കി നമുക്ക് അപ്പം പറയാം. ഞങ്ങൾ സിനിമ കണ്ടി വന്നേക്കുവാണ്. ഇതിൽ ഇവിടെ അങ്ങോട്ട് സ്ക്രീൻ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മളെ കാണിക്കുന്ന ഗുണ സിനിമയിൽ കമലഹാസൻ അതിലുള്ള സീനുണ്ടല്ലോ, ആ സീനിൽ ഇത് കൺമണി അൻപോട് കാതൽ എന്നിങ്ങനെ കമലഹാസൻ പറയുമ്പോൾ അവളത് വരിയാക്കി പാട്ട് പാടുമല്ലോ, ആ പാട്ടാണ് ഇങ്ങനെ കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും. അത് ഈ സാധനം കാണുകയാണ് കേട്ടോ. ഈ സ്റ്റാർട്ടിങ്ങിലേ നമ്മളെ അങ്ങ് കൊണ്ടുപോകും പടം. ഈ ഫസ്റ്റ് ഈ കൺമണി അൻപോട് കാതൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മളങ്ങ് പോകും പടത്തിൻ്റെ കൂടെ. പടം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷയില്ല, പൊളി. ബാക്കി നമ്മളിപ്പോൾ പറയാം, വീടോടെ ചെല്ലട്ടെ. അപ്പോൾ അച്ഛന്മാരെ പടം കണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ പടത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം. ഫുൾ റിവ്യൂ അങ്ങനെയൊന്നുമല്ല, പടം കൊണ്ട് പോകുന്ന ഒരു രക്ഷയില്ല, രാവിലെ പറയാം. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. തിയേറ്ററിലെല്ലാം കാണിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ വീഡിയോയുടെ അന്ന് സ്പടികം കാണാൻ പോയപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇട്ട് അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ ഇത് റിവ്യൂ ആയിട്ടൊന്നുമല്ല. റിവ്യൂ ആയിട്ട് പറയാമെന്ന് എനിക്കറിയത്തില്ല. സംഭവം എനിക്കത് കണ്ട് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കാണുന്നുണ്ട്, പക്ഷേ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പോയി കണ്ടേനെ. അപ്പം എന്താ പറയുക, ഇത് കാണാൻ പോകുന്നവർ, കണ്ടിട്ടുള്ളവർക്കറിയാം. കാണാൻ പോകുന്നവർ ഒട്ടുമിക്ക നമ്മുടെ വീഡിയോ കാണുന്നവർ കാണാത്തവരുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഈ നാട്ടും പ്രവർത്തകരുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ആരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. മൊബൈലിൽ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ മൊബൈലിൽ കണ്ടാൽ എറിക്കും, പടം എറിക്കും, ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ടാൽ എറിക്കും. പക്ഷെ എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു എന്താ പറയുക നഷ്ടം പിന്നെ സംഭവിക്കാനില്ല. എറണാകുളത്ത് നിന്ന് 2006 11 കൂട്ടുകാരന്മാർ 11 പേര് അവർ ട്രിപ്പ് പോകുന്നു. കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയിട്ട് അതിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് ആ ആളെ അതിലൊരു കൂട്ടുകാരൻ രക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ്. റിയൽ സ്റ്റോറി, യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ്. അത് സിനിമയാക്കി എടുത്തിയ സംഭവം. ഒരു കഥ ഞാൻ വ്യക്തമായിട്ടെല്ലാം ഫുള്ളായിട്ട് പറയുന്നില്ല, കാരണം എന്താ പറയുക, കഥ പറയുന്നില്ല, കാണാത്തൊരു കാണട്ടെ. അപ്പോൾ ഇതുപോലെ എറണാകുളത്ത് ഇതുപോലെ സംഭവിച്ചു. എറണാകുളത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ സംഭവിക്കുക. അങ്ങനെ അത് 2006 അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ ഹെൽപ്പ് ചെയ്ത് സഹായിച്ച കൂട്ടുകാരനെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് പടമായിട്ട് ഇറങ്ങുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ചെറുപ്പക്കാരുടെ സിനിമയല്ലേ എന്ന് വെച്ച്, അതുപോലെ കൂട്ടുകാരുടെ ട്രിപ്പ് പോകുന്നൊരു പടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മുന്നേ ഇതിൻ്റെ റിയൽ ഇൻ്റർവ്യൂ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കയറി കണ്ടില്ല, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഥ മനസ്സിലാവും. അതുകൊണ്ട് അത് കയറി കണ്ടില്ല. കാണാതാണ് ഞാൻ സിനിമ കാണാൻ കയറിയത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിയൽ സ്റ്റോറി എന്തുവാന്ന് കൂടി കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവില്ല. അങ്ങനെ എന്താ പറയുക, ഇൻ്റർവ്യൂ കാണാതെ യൂട്യൂബിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇൻ്റർവ്യൂ കാണാതെ സിനിമ കാണാൻ വേണ്ടി ഞാൻ പോയി കണ്ട്. ചിദംബരം ഡയറക്റ്റ് ചിദംബരം ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. പാട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്തും. എന്താ പറയുക, ഒരു രക്ഷയില്ല. ആ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുകയും ചെയ്യണം. നല്ല സൗണ്ട് എഫക്റ്റുള്ള, നല്ല എന്താ 4K വരുന്ന, അത് 4K ആണോ 2K ആണോ കാണിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം. കണ്ടാലേ നിങ്ങൾക്ക് അത് എറിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പടം എറിക്കും, എന്നാലും സൗണ്ടുള്ളിടത്ത് പോയി കാണണം, നല്ല സൗണ്ടായിട്ടുള്ളിടത്ത് കാണണം. ഡയറക്ടർ ചിദംബരം അത് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുവാണ് എൻ്റെ പോലും ഒരു രക്ഷയില്ല സാധനം. ഞാൻ ഇതേവരെ ഒരു സിനിമയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ സിനിമ എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടി ട്രിപ്പ് പോകുന്നവർക്ക് ശരിക്കും അത് ഉൾക്കൊള്ളും. ഞങ്ങളൊക്കെ ട്രിപ്പ് പോയതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ദൈവം ഇങ്ങനെ വല്ലതും പറ്റി എന്തോ ചെയ്തേനെ. നമ്മളൊക്കെയാണെങ്കിൽ 3-4 ചേട്ടൻ വിളിച്ച് കരഞ്ഞ് അയ്യോ കൊത്തൊന്ന് വിളിച്ച് ഇങ്ങനെ പോരുമോ, അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ പോലെ സാധ്യതയുള്ളൂ. പക്ഷേ അവന്മാരത് അവിടെ കിടന്ന് അത്രയും മണിക്കൂർ വിളിച്ച് ലാസ്റ്റ് കഥയാണ് അത് സംഭവം കേട്ടോ. അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ, അതൊരു അന്യായ സംഭവം തന്നെ. അതുപോലെ തന്നെ ശ്രീനാഥ് വാസിയുടെ റോളിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് എന്ന് പറഞ്ഞ ആളാണ് റിയലായിട്ട് ഈ അപകടത്തിൽ പെടുന്നത്. അതിനകത്ത് സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീനാഥ് വാസിയുടെ ആ ഒരു എന്താ പറയുക ക്യാരക്ടർ, അല്ല അഭിനയം ഒരു രക്ഷയില്ല. അതിനകത്ത്
ശ്രീനാഥ് വാസി അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് ശ്രീനാഥ് വാസി ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ചെയ്യും. ഇപ്പം ശ്രീനാഥ് വാസി വന്നിട്ട് എനിക്ക് നല്ലപോലെ എറിച്ചൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനാഥ് വാസി നമ്മുടെ സൗബിൻ്റെ പേര് കുട്ടേട്ടാണ്, കുട്ടൻ. അപ്പോൾ കുട്ടേട്ടാന്ന് വിളിക്കുന്നത്. സൗബിനെ ഇങ്ങനെ വിളിക്കുന്നൊരു സീനുണ്ട്, കുട്ടേട്ടാ എന്നിങ്ങനെ വിളിക്കുന്നൊരു സീനുണ്ട്. അത് തിയേറ്ററിൽ നമ്മളിങ്ങനെ സൗണ്ട് കൊണ്ട് കേൾക്കുമ്പോൾ ഒരു ഫീലുണ്ട്, അതൊരു സംഭവം ഫീലാണ്. അതെനിക്ക് ഒരുപാട് ഫീൽ ചെയ്തൊരു സീനാണ്. പിന്നെ അവനെ രക്ഷിക്കുമ്പോഴത്തേക്ക് ശ്രീനാഥ് വാസി രക്ഷിച്ചിങ്ങനെ പൊക്കെടുക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു സീൻ കാണിക്കുന്നുണ്ട്, അതൊക്കെ സൂപ്പറാണ്. അങ്ങനെ വീഴുന്നത് കാണിക്കുന്നത്, വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണിക്കുന്നത്, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് പിന്നെന്താ പറയുക, മ്യൂസിക്, അതിൻ്റെ ഒന്നും പറയാനില്ല. അത് അഭിനയിച്ച എല്ലാവരുടെയും അഭിനയത്തിൻ്റെ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം കൂടി ഒത്തുചേരുമ്പം നമുക്കൊരു കിടുക്കുന്ന സംഭവം കിട്ടുമല്ലോ. ആ സാധനമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം, തിയേറ്ററിൽ നിന്ന് മാറുന്നതിന് മുന്നേ പോയി തന്നെ കാണണം. അത് പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. അതുപോലെ തന്നെ ബാലു വർഗീസിൻ്റെ 6 and ജോൺ, ബാലു വർഗീസിൻ്റെ കഥാപാത്രം. ബാലു വർഗീസിൻ്റെ അഭിനയം അതിനകത്ത് ഒരു ഓവർ അഭിനയമാണെന്ന് ഞാനൊരു കമൻറ്റ് ഇങ്ങനെ കണ്ടായിരുന്നു. അതിനകത്ത് ഒരാളുടെ കമൻറ്റ് ഉണ്ട്, പക്ഷെ അത് ഓവർ അഭിനയമല്ല. അതിനകത്ത് റിയലായിട്ട് എന്താ പറയുക, ഈ മഞ്ഞുമലിനകത്ത് റിയലായിട്ടുള്ള ബാലു വർഗീസ് ആരുടെ ക്യാരക്ടറാണ് അഭിനയിച്ചത്, അവൻ റിയലായിട്ട് അവൻ്റെ സംസാരമാണെങ്കിലും ക്യാരക്ടറാണെങ്കിലും ഒക്കെ അങ്ങനെ. അപ്പോൾ ബാലു വർഗീസ് കറക്റ്റ് അതുകൂട്ട് തന്നെയാണ് ബാലു വർഗീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അത് കാണാതെ ബാലു വർഗീസിനെ മാത്രം ശ്രദ്ധിച്ചാൽ ബാലു വർഗീസ് ഇങ്ങനെയാണ് ബോളം വെക്കുന്നത്, ഇങ്ങനെയാണ് അലറുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, ഓവർ അഭിനയമില്ല. പക്ഷേ ഈ റിയലായിട്ടുള്ളവൻ്റെ ഇൻ്റർവ്യൂ കാണണം. അതായത് സിക്സൻ്റെ റിയൽ വീഡിയോ, മഞ്ഞുമൽ ബോയ്സിൻ്റെ റിയൽ വീഡിയോ കണ്ടാലേ നമുക്ക് ബാലു വർഗീസ് കറക്റ്റ് ക്യാരക്ടർ അതിനകത്ത് അഭിനയിച്ച് വെച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഇത്രയും നമ്മുടെ ഈ അടുത്തിടെ കണ്ടതിൽ വെച്ച് കിടുക്കൊരു സിനിമ കേട്ടോ. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പ്രത്യേകിച്ച് ട്രിപ്പ് പോകുന്ന ചെറുപ്പക്കാർക്ക് ഇത് ശരിക്കും ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ലാതെ കൊടൈക്കനാൽ ഈ സ്ഥലത്ത്. അതുപോലെ തന്നെ ഗുണ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ കമൽഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൺമണി അൻപോട് കാതലൻ അപ്പോൾ ആ പടം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർ ക്യാസറ്റൊക്കെ മേടിച്ചിട്ടാണ് അതുകൂടി കാണാമെന്ന് പറഞ്ഞാണ് അവിടെ ചെന്ന് ഇത് സംഭവിക്കുന്നത്. ഈ സംഭവത്തിൽ സിനിമയ്ക്കകത്ത് ഇതിനകത്ത് വേറെ എഡിറ്റ് ചെയ്ത് വേറെ സെപ്പറേറ്റ് സാധനങ്ങളൊന്നും കയറ്റിയിട്ടില്ല. കാരണം റിയലായിട്ട് എന്തുവാണ് സംഭവിച്ചത് അതുകൂട്ടാണ് അതിൻ്റെ 99% അങ്ങനെ തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ കള്ളത്തരമൊന്നും അത് കാണിച്ചിട്ടില്ല. അവർ ഫോട്ടോഷൂട്ട് എടുക്കുന്ന മരങ്ങളൊക്കെയാണ് അത് ഇപ്പോഴും നടത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ സെറ്റ് ഇട്ടേക്കോട്ടെ. അത് ഞാനങ്ങ് പറഞ്ഞതുള്ളൂ, സെറ്റ് ഇട്ടേക്കുവാണ് സംഭവം. പക്ഷേ സെറ്റാണെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലത്തെ എന്താ പറയുക സംഭവമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ മച്ചാന്മാരെ, അപ്പം സിനിമ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, സിനിമ കാണാൻ പോകുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത മച്ചാന്മാരെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ആയിട്ട് എടുത്ത വീഡിയോ ഒന്നുമല്ല. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്നൊരാഗ്രഹമില്ല. സുരാഗ് പറഞ്ഞെങ്കിൽ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയണം എന്നൊരാഗ്രഹം, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം പടം കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സിനിമ കണ്ടോ. തിയേറ്ററിൽ നിന്ന് പോകുന്നത് പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ വീണ്ടും പറഞ്ഞു, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഓക്കെ.